നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുവിൻ്റെ പേര് അറിയത്തില്ലെങ്കിലോ അല്ലെങ്കിൽ പറയുവാൻ താല്പര്യമില്ലെങ്കിലോ നിങ്ങൾക്ക് തിങ്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദാറ്റ് തിങ്? അത് എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ആ വസ്തു, ആ സാധനം എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അവിടെ ആ വസ്തുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അത് എന്താണെന്ന് അവിടെ ചോദിക്കുകയാണ്. ആ വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ് തിങ്? ആ വസ്തു, ആ സാധനം എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വാട്ട്സ് ദാറ്റ് റെഡ് തിങ്? ആ റെഡ് കളറിലുള്ള സാധനം എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ തിങ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കൗണ്ട് നൗൺസിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. കൗണ്ട് നൗൺസ് എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയാവുന്ന സാധനങ്ങൾ, അതായത് കുറച്ച് വലിയ സാധനങ്ങളായിരിക്കണം, നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. അതിൻ്റെ കൂടെ മാത്രമേ നിങ്ങൾ തിങ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാവൂ. നെക്സ്റ്റ്, there is a big thing over there. what is that thing? അവിടെ എന്തോ ഒരു വലിയൊരു വസ്തുവുണ്ട്. what is that thing? അത് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, there is a thing making noise in the backyard. what is it? ബാക്ക്യാർഡിൽ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നു, നോയ്സ് ഉണ്ടാക്കുന്നു. what is it? അത് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഗീവ് മീ ദാറ്റ് തിങ്? അതെനിക്ക് തരൂ, ആ സാധനം എനിക്ക് തരൂ എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ നീഡ് ദാറ്റ് തിങ് ഓവർ ദെയർ? എനിക്കത് അവിടെ വേണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ തിങ്ങിൻ്റെ യൂസ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു സാധനത്തിൻ്റെ പേര് അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ ആ പേര് പറയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ നിങ്ങൾക്ക് തിങ്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. വാട്ട് ഈസ് ഇറ്റ്? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഈസ് ഇറ്റ്? അത് എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ തിങ്കിൻ്റെ ആശയം ഒരു വസ്തുവോ സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ ആകാം. അത് നമ്മളെപ്പോഴാണ് ഈ സെൻറ്റൻസ് പറയുന്നത് ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആശയം എങ്ങനെയായി മാറും? ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മീൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഈസ് ഇറ്റ്? അതെന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ദോസ് ആർ ഇൻട്രസ്റ്റിംഗ് തിങ്സ്. ഇത് പ്ലൂറലാണ്. ഇൻട്രസ്റ്റിംഗ് തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ കാര്യങ്ങൾ എന്തുവാണോ, വസ്തുവോ എന്തോ ഇൻഫർമേഷനോ ആകാം. പ്ലൂറലാണ്, ബഹുവചനമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ ഞാൻ അവിടെ തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതേപോലെ തന്നെ ദോസ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ആശയം അത് നമ്മൾ പ്ലൂറൽ വരുമ്പോഴാണ് നമ്മൾ ദോസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദോസ് ആർ ഇൻട്രസ്റ്റിംഗ് തിങ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ നീഡ് എ ഫ്യൂ തിങ്സ് അറ്റ് ദ സ്റ്റോർ. ഇവിടെയും പ്ലൂറലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണം എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അവിടെ എ ഫ്യൂ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എ ഫ്യൂവും തമ്മിലുള്ളൊരു ഡിഫറൻസിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. എ ഫ്യൂ എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ 4 വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ പറയുന്നതാണ് ഐ നീഡ് എ ഫ്യൂ തിങ്സ് അറ്റ് ദ സ്റ്റോർ. കടയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതേപോലെ തന്നെ അറ്റ് ദ സ്റ്റോർ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സ്റ്റോർ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്നുകൊണ്ടാണ്, അതായത് സ്റ്റോറിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന്. നമുക്കവിടെ ഫ്രം ദ സ്റ്റോറും ചേർക്കാം. ഫ്രം ദ സ്റ്റോർ ചേർത്ത് നമ്മൾ പറയുവാണെങ്കിൽ എനിക്ക് കടയിൽ നിന്നെന്നാവും. മീൻസ് ഞാനിപ്പോൾ കടയിലല്ല, എനിക്ക് ഫ്യൂച്ചറിൽ, അതായത് ഇനിയും എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രം ദ സ്റ്റോർ നമ്മൾ ചേർക്കുന്നത്. അതും ഒന്ന് ഓർത്തിരിക്കുക. അറ്റ് ദ സ്റ്റോർ നമ്മൾ പറയുമ്പോൾ ഞാൻ കടയിൽ നിന്ന് ഓൾറെഡി കടയിൽ നിന്ന് തന്നെ പറയുകയാണ് എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന്. ആ ഒരു ആശയം കൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട്സ് ദാറ്റ് തിങ് ഓൺ ദ ഡെസ്ക്? ആ ഡെസ്കിലുള്ള സാധനം എന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് തിങ് ഓൺ ദ ഡെസ്ക്? ആ ഡെസ്കിൻ്റെ പുറത്തുള്ള സാധനത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വാട്ട്സ് ദാറ്റ് തിങ് കാൾഡ്? ആ സാധനത്തിന് എന്താണ് വിളിക്കുക? മീൻസ് അതിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് തന്നെയാണ് ഞാൻ താഴെ ചെയ്തിരിക്കുന്നത്. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് തിങ്? ആ സാധനത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. വാട്ട്സ് ദാറ്റ് തിങ് കാൾഡ്? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്, കാര്യമാണ്. അതിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട്സ് ദാറ്റ് തിങ് കാൾഡ്? അതിനെ എന്താണ് വിളിക്കുന്നത്? മീൻസ് അതിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ നോർമലായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ തിങ്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് അറിയത്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പറയുവാൻ താല്പര്യമില്ലെങ്കിലോ നമുക്ക് തിങ്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇനി തിങ്ക് വെച്ച് നമ്മൾ ഡെയിലി ഒരുപാട് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള എക്സ്പ്രഷനുകളാണ് നമുക്ക് നോക്കാം.
ദിസ് ഈസ് നോട്ട് എ ഷുവർ തിങ്. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് നോട്ട് എ ഷുവർ തിങ് എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദിസ് ഈസ് നോട്ട് എ ഷുവർ തിങ്. അതായത് ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊരു ആശയമുള്ള ഒരു സെൻറ്റൻസ് ആണ്. പലരും നമ്മുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു എക്സ്പ്രഷനാണിത്, ദിസ് ഈസ് നോട്ട് എ ഷുവർ തിങ് എന്നുള്ളത്. നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് എ ഷുവർ തിങ്. സെയിം സെൻറ്റൻസ് തന്നെയാണ്, ഇറ്റ്സ് ചേർത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ ഷുവർ തിങ്. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഇറ്റ്സ് ദ റിയൽ തിങ്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇതുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു ആശയമാണ് ആ സെൻറ്റൻസിനുള്ളത്. ഇറ്റ്സ് ദ റിയൽ തിങ്. ഇത് ഉള്ള കാര്യമാണ്, യാഥാർത്ഥ്യമായുള്ള കാര്യമാണ് എന്നൊരു ആശയമുള്ള ഒരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഹി ഈസ് ദ റിയൽ തിങ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ചിലർക്ക് ചില കാര്യങ്ങളിൽ നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ, നല്ല കഴിവുണ്ടെങ്കിൽ അവരെ നോക്കി പറയാറുള്ളൊരു എക്സ്പ്രഷനാണിത്, ഹീ ഈസ് ദ റിയൽ തിങ്. അതേപോലെ തന്നെ ഷീ ഈസ് ദ റിയൽ തിങ്. അതായത് ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറയുവാണെങ്കിൽ, ഒരാൾ നല്ല രീതിയിൽ മ്യൂസിക് വായിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും മീൻസ് നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കാണുമല്ലോ, അപ്പം അവർ നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ നല്ല രീതിയിൽ അവർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കി പറയാറുണ്ട്, ഹീ ഈസ് ദ റിയൽ തിങ്. മീൻസ് അദ്ദേഹം അതിൽ മ്യൂസിക്കിൽ നല്ല ടാലൻ്റ് ഉള്ള ആളാണെന്നാണ് അതിൻ്റെ ആശയം. നെക്സ്റ്റ്, ഡു ദ റൈറ്റ് തിങ്. ശരിയായിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഡു ദ റൈറ്റ് തിങ്. നല്ല കാര്യങ്ങൾ ചെയ്യൂ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളൊരു എക്സ്പ്രഷനാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് ദ റൈറ്റ് തിങ് ടു ഡു. അതാണ് ചെയ്യേണ്ട ശരിയായ കാര്യം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ദാറ്റ്സ് ദ റൈറ്റ് തിങ് ടു ഡു. അതാണ് ചെയ്യേണ്ട ശരിയായ കാര്യം എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും, നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യാറുള്ള എക്സ്പ്രഷനുകളാണ്. നെക്സ്റ്റ്, ഡു യുവർ ഓൺ തിങ്. നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഡു ദ തിങ് ദാറ്റ് യു എൻജോയ് ഡൂയിങ്. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിനക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ആശയമുള്ള ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഡസ് ഹിസ് ഓൺ തിങ്. ഇതെപ്പോഴാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, ചിലവർ മറ്റുള്ളവരെയൊക്കെ നോക്കാതെ അവരവരുടെ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കി പറയാറുള്ള ഒരു സെൻറ്റൻസാണ് ഹീ ഡസ് ഹിസ് ഓൺ തിങ്. മീൻസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുകയൊന്നും ചെയ്യാതെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഹീ ഡസ് ഹിസ് ഓൺ തിങ്. അവൻ്റെ കാര്യം ചെയ്തു എന്നുള്ളൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദർ ഈസ് നോ സച്ച് തിങ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ നിലനിൽപ്പില്ല എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇത് നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മളോട് എന്തെങ്കിലും ഒരു ആൾക്കാർ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ദർ ഈസ് നോ സച്ച് തിങ്. അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമേ നിലനിൽപ്പില്ല എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് എ റിയൽ തിങ്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് എനിവെയർ. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമല്ല, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് എനിവെയർ. നിനക്കത് എവിടെയും കാണുവാൻ സാധിക്കത്തില്ല എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. അതായത് നമ്മൾ ഒരുപാട് കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അതെന്തോ ആകാം, ചിലപ്പോൾ ചില പ്രോബ്ലംസൊക്കെ നമ്മുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാൻ സാധ്യതയുള്ളൊരു എക്സ്പ്രഷനാണിത്, ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നൊരു എക്സ്പ്രഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനുകളാണ്. അപ്പോൾ തിങ്ക് എന്നുള്ള വേർഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് നമുക്ക് അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തിങ്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എക്സ്പ്രഷനുകളായിട്ട് നമ്മൾ തിങ്ക് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.